പിന്നെ നാണം കെട്ടാണ് സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്തത്. സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പേപ്പർ കൊണ്ടുതരാൻ ഭയങ്കര ചമ്മലായിരുന്നു. ബിക്കോസ് അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പക്ഷേ സ്റ്റിൽ അമൃത കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പേപ്പർ കൊണ്ട് സൈഡിൽ കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും തുല്യദുഃഖിതരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. പിന്നെ ഒന്നിച്ചെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെസ് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ എക്സാം എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിയർ പ്രഷർ കൊണ്ട് നമ്മൾ കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്യും. പിന്നെ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമ്മളെ സ്ട്രെസ് പിന്നെയും കുറയും. ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിലുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകും എക്സാമിൻ്റെ ടൈമിൽ. പിന്നെ എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ ലോജിക്. ആ സമയത്ത് ആ മൊമെൻറ്റിൽ നമുക്ക് ഇതാണ് ആൻസർ എന്ന് തോന്നും, പക്ഷെ നമ്മളത് ചെയ്യില്ല, നെഗറ്റീവ് അടിക്കുകയോ പേടിച്ചിട്ട്. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ലോജിക്കിലും ഒക്കെ ഒരു കോൺഫിഡൻസ് വേണം. അത് പ്രാക്ടീസോടെയാണ് വരുന്നത്. ഇനീഷ്യലി എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ മലയാളം മീഡിയം ആണ്, അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു. ഇൻ്റർവ്യൂ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. സോ നമ്മൾ ആ സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ പോകുമ്പോൾ എനിക്ക് നല്ല ആങ്സൈറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ല, പക്ഷെ ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. അപ്പം ഞാൻ സാറിനെ കാണിച്ചത്. അപ്പോൾ സാർ എനിക്ക് ആ ലൈൻ വരച്ച് തരുമായിരുന്നു. അപ്പം ഞാനൊരു ഇമാജിനറി ലൈൻ വെച്ച് ആ ഒരു ഓർഡറിൽ എഴുതാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതൊരു മസിൽ മെമ്മറി ആയി. ഇപ്പം ഞാൻ വിത്തിൻ 1 മന്ത് ഞാൻ ഒരു എൻ്റെ നല്ല കട്ടിയുള്ള ഒരു എൻ്റെ ബുക്ക് മുഴുവൻ എഴുതി തീർത്തു. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ 2 ഫ്രണ്ട്സാണ്. അവർ അമൃത ആൻഡ് അങ്കിത. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അവർ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് ഒരേ വർഷം തന്നെ അവരെന്ത് ചെയ്യുകയും ചെയ്തു, ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് അവരെങ്ങനെയാണ് ഈ ഒരുമിച്ച് പഠിച്ച് നമ്മുടെ ഈ വർഷത്തെ എക്സാമിൽ തന്നെ എങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഭയങ്കര ആസ് യൂഷ്വൽ സാറിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള കാരണം? സർ, ബിഗിനിങ്ങിൽ സിവിൽ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഫാദറാണ്. ആ സമയത്ത് ഞാൻ അതിന് വലിയ തോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്തായിരുന്നു, കുറച്ച് ഫ്യൂ മന്ത്സ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു ഔട്ട്പുട്ട് ഉണ്ടായിട്ടും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു ജോബ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് ബെറ്റർ ടു ഡു സംതിങ് മോർ. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് ചിലപ്പം സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നും. പക്ഷേ ആസ് എ കോമൺ പേഴ്സൺ ചിലപ്പോൾ നമുക്കത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. സോ നൗ ആസ് എ ഓഫീസർ അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് വരുത്താൻ നോക്കുമ്പോൾ ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, യെസ് ഐ ആം ദിസ് പേഴ്സൺ ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ദിസ് ചേഞ്ച്. അപ്പോൾ ആ ഒരു കാര്യമാണ് സിവിൽ സർവീസ് എന്നുള്ള ആശയത്തിനോട് അതൊരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യാനുള്ള ഒരു പാഷൻ കാരണം. അമൃത കേസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ചൈൽഡ്ഹുഡ് അംബിഷനാണ്. പിന്നെ എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അതിലേക്ക് തിരിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ എപ്പോഴും പറയും പബ്ലിക് ഇൻട്രാക്ഷൻ ഉള്ളൊരു ജോബ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഇൻസ്പിറേഷൻ ചൈൽഡ്ഹുഡ് മുതൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, സോ രണ്ടാൾക്കും 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഏകദേശം 1.5 വർഷക്കാലമായിട്ട് എനിക്ക് നിങ്ങളെ അറിയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിതയും അമൃതയും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, 2 റൂംമേറ്റ്സ് ഒക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയ ആൾക്കാരാണ്. ഒരാൾ കുറച്ചും കൂടി ഒരു ചലത്ത പോലെ പോകുന്ന ഒരാൾ, മറ്റൊരാൾ കുറച്ചും കൂടി മറ്റൊരു ഡിഫറെൻറ്റ് ആംഗിളിലുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾ തമ്മിൽ ഭയങ്കര റാപ്പുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പല സമയത്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഈ ബോണ്ടിങ്ങും ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ കുറേ കുട്ടികൾ അവർക്ക് നമ്മളെപ്പോഴും പറയുന്നതാണ് പിയർ ടു പിയർ ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ല നമ്മൾ എല്ലായ്പ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റാപ്പോ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എത്രത്തോളം എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? പക്ഷെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ അമൃതേനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു മെയിൻസ് എഴുതിയ ഒരാളാണ് അമൃത. അപ്പം ഓൾറെഡി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിലും പ്രിലിംസ് ക്ലിയർ ചെയ്ത് വരാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിന് മുമ്പ് ടെസ്റ്റ് സീരീസ് എടുത്തിട്ടില്ല, ആൻസർ റൈറ്റിംഗ് ചെയ്തിട്ടില്ല. സോ അമൃതനെ കാണുമ്പോൾ ശരിയാണ്, ഭയങ്കര ഹെൽപ്പാണ്, സപ്പോർട്ടാണ്, അതൊരു ഇതുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാവുന്നത്. സോ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുമ്പോഴും നമുക്കൊരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ വർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ലൈക്ക് ആൻ ഐഡിയ ദാറ്റ് യു ക്യാൻ ഓൾസോ അപ്രോച്ച് ഇറ്റ് ഇൻ ദിസ് മാനർ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ആവാം എന്നൊക്കെ പറയുന്നത് കാണുന്നതൊക്കെ നമ്മൾ നമ്മുടെ
നമുക്ക് ഒരു ഷെയറിങ് മെന്റാലിറ്റി വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കൂടെ ഉള്ളത് ഭയങ്കര നല്ലതാണ്, നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും. സാറിൻ്റെ അടുത്ത് വരുമ്പോഴും നമ്മൾ ആൻസർ കാണിക്കുമ്പോൾ അമൃതയുടെ പേപ്പറിൽ നിറയെ കണ്ടന്റാണ്, എൻ്റെ പേപ്പറിൽ ഒന്നും ഉണ്ടാവാറില്ല. ചിലപ്പം സാറ് ഈ അറ്റംപ്റ്റിലാണ് സാർ അത് പറഞ്ഞു തരുന്നത്, പണ്ടത്തെ പേപ്പർ ഭയങ്കര ദുരന്തമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പേപ്പറിൽ ഞാൻ നോക്കുമ്പോൾ സാർ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, പേടിക്കണ്ട, ഓൾറെഡി മെയിൻസ് എഴുതിയ ഒരാളായതുകൊണ്ടാണ്, പേടിക്കണ്ട. ആ ഒരു മൊറാല് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സാർ കുറെ കമന്റ്സ് ഒക്കെ സാർ സപ്രസ് ചെയ്ത് വെക്കുമായിരുന്നു. എന്നുവെച്ചാൽ ആൻസർ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊന്നും സാർ അപ്പം വിഷമിപ്പിക്കേണ്ട വിചാരിച്ച് സാർ അതിപ്പോൾ പറഞ്ഞിട്ടില്ല. സാർ ഈ അറ്റംപ്റ്റ് ആയപ്പോൾ ആൻസേഴ്സ് ഒക്കെ കുറച്ചുകൂടി കിടിലായപ്പോഴാണ് സാർ പറയുന്നത്, പണ്ടത്തെ ആൻസർ എന്ത് ദുരന്തമായിരുന്നു. അപ്പോൾ ആ ഒരു മൊറാലും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന് ആൻസർ കാണിക്കുമ്പോൾ തന്നെ ഇവളുടെ പേപ്പറിൽ നിന്ന് കിട്ടുന്ന ആ കീവേഡ്സ് ഒക്കെ, അപ്പം ഞാനത് നെക്സ്റ്റ് പേപ്പറിൽ കോൺഷ്യസ്ലി, ബിക്കോസ് എൻ്റെ പേപ്പറിൽ കീവേഡ്സ് ഇല്ല, അണ്ടർലൈൻ ചെയ്യുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ അത് കാണുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനത് എൻ്റെ പേപ്പറിലോട്ട് എടുക്കും. അത് ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമൃതയുടെ ഉള്ള ആൻസറിലുള്ള കീവേഡും ഒക്കെ അടുത്ത പ്രാവശ്യത്തെ ആൻസർ കഴിയുമ്പോൾ അംഗീകര പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവർ ഭയങ്കര പരസ്പരം ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അമൃതയ്ക്ക് എങ്ങനെയായിരുന്നു സെയിം സ്ഥാനത്തിൽ? അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അങ്കിത ക്രിയേറ്റീവായിട്ട് നന്നായി എഴുതും, അത് എസ്സേയിലും എത്തിക്സിലും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കണ്ടന്റ് ഉണ്ടാവും. അപ്പം ഞാൻ അങ്കിതേൻ്റെ എസ്സേ ആൻഡ് എത്തിക്സ് പേപ്പർ വായിച്ച് നോക്കും, എന്നിട്ട് എങ്ങനെ ആ രീതിക്ക് എഴുതാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കും. പിന്നെ എക്സാമിനപ്പുറം നമ്മൾ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് നമ്മളെ ബോണ്ട് സ്ട്രോങ് ആക്കുന്നത്. കാരണം പലപ്പോഴും സിലബസ് കംപ്ലീറ്റ് ചെയ്യില്ല, അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ രാത്രി ഇറങ്ങി പുറത്തു പോകും. അപ്പോൾ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് രണ്ടുപേർക്കും മ്യൂച്വലി ഉണ്ടായിരുന്നു. നമുക്ക് കോമൺ ആയിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ ആ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് വരുന്നില്ല, ഞാൻ വരത്തില്ല പറയുമ്പോൾ നമ്മൾ പറയും, വേണ്ട വേണ്ട നമുക്ക് പോവാം. ആ ഒരു മോറൽ ബൂസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട് ഉണ്ട്. ഒരാൾ വന്നില്ലെങ്കിൽ വേറെ ഒരാൾ വലിച്ചുകൊണ്ട് പോകും ആ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്നാണ് എക്സാം എഴുതുന്നതും. അപ്പൊ അതൊക്കെ ഒരു എൻകറേജ്മെന്റ് ആണ്, നമുക്ക് ആ കീപ് ഗോയിങ്. ഇടയ്ക്കിടയ്ക്ക് മടുക്കുമല്ലോ, അപ്പം ആ ഒരു എൻകറേജ്മെന്റും ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യും പ്രിപ്പറേഷൻ. ഡെയിലി ആൻസർ റൈറ്റിംഗ് ആ ടൈമിൽ വരെ ഒരാൾക്ക് മടിയായിരിക്കും ചില ദിവസം, അപ്പം മറ്റേ ആൾ പുഷ് ചെയ്യും. അപ്പം നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് പോവാൻ ഇത് ഇങ്ങനൊരു ബോണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് അക്കാഡമിക്കലിയുള്ള ഒരു മോട്ടിവേഷനും അതേസമയം ഒരു ഇമോഷണൽ എൻകറേജ്മെന്റും നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് കിട്ടും. അത് ഭയങ്കര, അത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഒരാൾ എത്തിക്സിലും എസ്സേയിലും വീക്കാണ്, മറ്റേ ആൾ GS-ൽ അടിപൊളിയാണ്. അപ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാറ്റിലും നല്ല സ്കോർ വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു നൈസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് ചോദിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒന്നാമത് ഈ സിവിൽ സർവീസിൻ്റെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് കാലം എടുക്കും. നമുക്ക് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യണ എല്ലാവർക്കും പ്രഷർ സർക്കിൾ ഉണ്ടായിരിക്കും. അത് റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആർക്കാണെങ്കിലും സൊസൈറ്റിയിൽ പ്രഷറൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കുറച്ചും കൂടി പ്രഷർ വരുന്നത് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കും. വുമൺ കാൻഡിഡേറ്റ്സിന് പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങളെ ഈ പ്രഷർ അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്? അതൊന്ന് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓവർകം ചെയ്ത് ഈ അച്ചീവ്മെന്റിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണ്? സാർ, എനിക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു 26 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ പ്രഷർ കൂടുതലായിരിക്കും, ഈ മാരേജ് പ്രഷറൊക്കെ വരും. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം ആലോചിക്കുന്നില്ല? അപ്പം ആ ടൈപ്പ് ഓഫ് പ്രഷർ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങും ഈ കുറച്ച് അറ്റംപ്റ്റ് കഴിയുമ്പോഴത്തേക്കും, ഇനി ഇത് സാധിക്കുമോ? പിന്നെ എനിക്ക് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് കയറാൻ പറ്റില്ല. അപ്പം രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ മെയിൻസ് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്കിനി പറ്റുമോ? പിന്നെ ആ ടൈം കോവിഡ് ലോക്ക്ഡൗൺ ആയിരുന്നു, എല്ലാവരും ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയം എൻ്റെ പാരൻസ് എന്നെ കോൺസ്റ്റൻ്റ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട്സാണ്. ഇപ്പം നമ്മളെല്ലാവരും തുല്യദുഃഖിതരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. പിന്നെ ഒന്നിച്ചെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെസ് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ എക്സാം എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് എഴുതും. അപ്പോൾ ഒരു പിയർ പ്രഷർ കൊണ്ട് നമ്മൾ കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്യും. പിന്നെ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമ്മളെ സ്ട്രെസ് പിന്നെയും കുറയും. അപ്പോൾ ഫ്രണ്ട് സർക്കിളിലുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകും എക്സാമിൻ്റെ ടൈമിൽ. അങ്ങനെയായിരുന്നു സ്ട്രെസ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ദ UPSC ഹാസ് ആക്ച്വലി ഗിവൻ മീ വൺ ഓഫ് ദ ബെസ്റ്റ് പീപ്പിൾസ് ദാറ്റ് ഐ ഹവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ആ ഒരു സപ്പോർട്ടും ആ ബോണ്ടിന് എനിക്കും ബ്രേക്ക് ചെയ്യാൻ തോന്നില്ല, അതുപോലത്തെ ആൾക്കാരാണ്. നമ്മുടെ ആ തോട്ട് പ്രോസസ്സ് സെയിം ആണ്. വി ആർ ഗോയിങ് ത്രൂ ദ കോമൺ സ്ട്രെസ്.
ഒരു കോമൺ സ്ട്രഗിളാണ്. അപ്പോൾ അത് നമുക്കൊരു ബോണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ ഇല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും ഞാൻ പാത്രത്തിൽ വിളിച്ചാലും എടുക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിഷമങ്ങൾ ഇങ്ങനെ തെറപ്പിസ്റ്റ് പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ അതേപോലെ വീട്ടുകാർ പ്രഷർ ഒട്ടും തന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ 3rd അറ്റംപ്റ്റ് ആയുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛന് എൻ്റെ ചേച്ചീനെയും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളർത്തിയത്. അപ്പം അവരൊരിക്കലും ഈവൻ കല്യാണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പരിസരത്തെങ്ങും വന്നിട്ടില്ല. അതേപോലെ തന്നെ പഠിക്കുന്നുണ്ടോ, മോളെ എക്സാം എന്തായി, അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഈവൻ കഴിഞ്ഞ മെയിൻസ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും അച്ഛൻ എന്തുകൊണ്ട് കിട്ടിയില്ല അല്ലെങ്കിൽ എവിടെ പോയി അങ്ങനെയൊന്നും ചോദിച്ചില്ല. കുഴപ്പമില്ല മോളെ, നെക്സ്റ്റ് ടൈം, അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. സോ ആ ഒരു സ്ട്രെസ്സ് തന്നിട്ടേ ഇല്ല വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമ്മളെ മെന്റലി ഒന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. അതായത് സോഷ്യലി ഉണ്ടായ പ്രഷറിനെ നിങ്ങൾ ഓവർകം ചെയ്തിരിക്കുന്നത് സോഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം വെച്ചിട്ടാണ്. അതെ. സൊസൈറ്റി ഒരുപാട് പ്രഷർ പല സ്ഥലത്ത് നിന്ന് എക്സൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് അതിലൂടെയാണ് കിടക്കുന്നത്. എസ്പെഷ്യലി പാരൻസ്, നിയർ ഫ്രണ്ട്സ്, അതിലൂടെയാണ് നമ്മൾ ഓവർകം ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച്, എനിക്ക് തോന്നുന്നു അങ്കിത എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. പൊതുവേ എല്ലാ സ്ഥലത്തും എഞ്ചിനീയേഴ്സ് ആണുള്ളത്. പൊതുവെ എഞ്ചിനീയേഴ്സിനെ കുറിച്ചിട്ട് അങ്ങനെ നമ്മൾ പറയില്ലേ, മൊത്തം എല്ലാ എഞ്ചിനീയേഴ്സ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് രണ്ട് പോയിന്റ് ഓഫ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് പറയാറുള്ളത് പറഞ്ഞാൽ ഈ എല്ലാ സ്ഥലത്തും എഞ്ചിനീയേഴ്സ് ആണ്, എല്ലാ കോമ്പറ്റീവ് എക്സാമിനേഷൻ അവരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ പറയാറുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ കിട്ടാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്കിത സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. സോ അങ്കിതയ്ക്ക് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് അങ്കിതയുടെ ഈ ഒരു എക്സാമിനേഷനെ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? സർ, എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തുകൊണ്ട് നമ്മൾ ഈ എൻജിനീയറിംഗ് ആ 4 ഇയേഴ്സിൽ നമ്മൾ കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്യും, അസൈൻമെൻറ്റ്സും അതും ഇതും അങ്ങനെ. അപ്പോൾ ആ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ ഏകദേശം നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ചും കൂടി പ്രൊആക്റ്റീവ് ആയിരിക്കും ഇൻ ആർ എൻജിനീയറിംഗ് നമ്മൾ ചെയ്യുമ്പോൾ. ആ ഒരു പ്രൊആക്റ്റീവ്നെസ് നമ്മളെ ഇവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് പഠിക്കുമ്പോഴും ആൻഡ് അതേപോലെ അനലിറ്റിക്കലായിട്ട് ലോജിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. CSAT ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് എൻജിനീയറിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ടഫ്നെസ് വെച്ചിട്ട് ചിലപ്പോൾ എൻജിനീയറിംഗും ഹെൽപ്പ് ചെയ്തിട്ട് വരും. പക്ഷെ എനിക്ക് അത് ഹെൽപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കും. എന്തായാലും ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയാണ് എൻജിനീയറിംഗ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പിക്ക് ചെയ്യുക. എനിക്ക് ആ ഒരു കുറേ സ്കില്ലൊക്കെ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ അമൃത ഒരു സോഷ്യൽ സയൻസ് ടിസിലാണ്, അമൃത ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ് കഴിഞ്ഞത്. അപ്പോൾ അതൊരു എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമാണ്, ഒരു ക്യാമ്പസ് ആണ്. അപ്പോൾ അത്തരം ഒരു എക്സ്പോഷർ ഈ എക്സാമിനേഷന് എന്തെങ്കിലും വിധത്തിൽ ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു? ആ ഒരു എക്സ്പോഷർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സെമസ്റ്ററിലും ഫീൽഡ് വർക്ക് ഉണ്ട്, പിന്നെ അക്കാഡമിക് റൈറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കി GS റൈറ്റിങ്ങിലും essay റൈറ്റിങ്ങിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാച്ചി ഫ്രേസസ്, നമ്മൾ ഓൾറെഡി കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്, പിന്നെ ക്യുമുലേറ്റീവ് ഡിപ്രിവേഷൻ, അങ്ങനെ കുറേ വേർഡ്സ് നമുക്ക് ക്യാച്ചി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് കേൾക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാരിറ്റി ഓഫ് ഗോൾസ് ഉണ്ട്. ഈ ഫീൽഡ് വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുമാതിരി പോപ്പുലേഷനൊക്കെ സിറ്റുവേഷൻ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഓഫ് ഗോൾസും ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാരി വലിച്ച് എഴുതാനുള്ള ടെൻഡൻസിയും കൂടെ വരും. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾ നടക്കുന്നത്. ഒരാൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ്, ഒരാൾ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായിരുന്നു. പക്ഷേ എന്നിട്ടും അപ്പോൾ അതും എനിക്ക് തോന്നുന്നത് ഒരു പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സൈഡിലുള്ള പോസിറ്റീവ്സ് ഇപ്പുറത്തേക്ക് മാറ്റാൻ, നെഗറ്റീവ്സിനെ ഓവർകം ചെയ്യാനൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സൈക്കിളിലേക്ക് വരാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രിലിംസ് പരീക്ഷയാണ്. അപ്പോൾ പ്രിലിംസ് പരീക്ഷയിൽ എന്തായിരുന്നു നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? വാട്ട്സ് യുവർ സ്ട്രാറ്റജി? എനിക്ക് തോന്നുന്നു അമൃതയും അങ്കിതയും കണ്ടിന്യൂസ് ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്ത ആൾക്കാരാണ്. സോ എങ്ങനെയാണ് ആ ഒരു എക്സാമിനേഷൻ നോക്കി കാണുന്നത്? സോ അത് ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ടൈമിൽ നമ്മൾ ബേസിക് ഫണ്ടമെൻ്റൽ ബുക്സ് ഒക്കെ വായിച്ചിരുന്നു. ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്ത് ഒക്കെ വായിച്ചിരുന്നു. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ബുക്ക് വെച്ചിരിക്കുന്നതിനെക്കാട്ടിലും പ്രാക്ടീസാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഇപ്പം പാർലമെൻറ്റ് ആണ് എനിക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്തതെങ്കിൽ ആ ഏരിയയിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. എന്നിട്ട് എവിടെ എനിക്ക് തെറ്റുന്നു ഞാൻ തന്നെ അനലൈസ് ചെയ്യും. പിന്നെ ആ ഒരു മെൻ്റൽ ഇൻപുട്ട് ഞാൻ തന്നെ ഫൈൻഡ് ചെയ്യുന്ന ഇൻപുട്ട് അടുത്ത എക്സാമിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് എങ്ങനെ കൂടുതൽ മാർക്സ് മാക്സിമൈസ് ചെയ്യാമെന്ന് അനലൈസ് ചെയ്യും. അങ്ങനെ ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ആൻസർ കീ വെച്ച് റിവേഴ്സ് ആയിട്ടാണ് എപ്പോഴും പഠിക്കാറ്. അപ്പോൾ ഇനീഷ്യലി 1-2 അറ്റംപ്റ്റിൽ ഈ ഫണ്ടമെൻ്റൽ ബുക്സ് വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ശരിക്കും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക് ബുക്സ് എല്ലാം ഏകദേശം ഞാനിപ്പം ഒരു അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ നോക്കും.
പക്ഷേ അത് പറ്റിയില്ലെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്യും, ഏതൊക്കെ പോർഷൻസ് വീക്കാണെന്ന് നോക്കും, അത് പോയി പഠിക്കും. പിന്നെ ബിക്കോസ് ഫ്രം ദ ബിഗിനിങ് പഠിക്കുന്നത് ഭയങ്കര മടുപ്പാണ്. ഇതിന് ചില കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് അറിയാൻ, ചിലതൊന്നും അറിയില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ കാണുമ്പോൾ അല്ലെങ്കിൽ ആൻസർ കീസ് കുറേ വായിക്കുമ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് അതിനകത്ത് കവറപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ ലോജിക്. ആ സമയത്ത് ആ മൊമെൻറ്റിൽ നമുക്ക് ഇതാണ് ആൻസർ എന്ന് തോന്നും, പക്ഷെ നമ്മളത് ചെയ്യില്ല, നെഗറ്റീവ് അടിക്കുകയോ പേടിച്ചിട്ട്. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ലോജിക്കിലും ഒക്കെ ഒരു കോൺഫിഡൻസ് വേണം. അത് പ്രാക്ടീസോടെയാണ് വരുന്നത്. പിന്നെ സാറിൻ്റെ UPSC ക്ലാസിക്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ തേർഡ് അറ്റംപ്റ്റിൻ്റെ പ്രിലിംസിന് മുമ്പ് ഞാൻ ജസ്റ്റ് UPSC ക്ലാസിക്സ് കണ്ടിട്ടാണ് പോയത്. ബിക്കോസ് ആ തോട്ട് പ്രോസസ്സ് ഒന്ന് ആ സമയത്ത് ക്ലാരിറ്റിയോടെ വരണം. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇതിന് ചെറിയൊരു എറർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമ്മളത് ആ തോട്ട് പ്രോസസ്സ് ഒന്ന് റിഫൈൻ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്കതാണ് പ്രിലിംസിൽ തോന്നിയിട്ടുള്ളത് മേജറായിട്ട്. പിന്നെ ലോജിക് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്, അതും പ്രിലിംസിന്റെ ആ ദിവസം നന്നായി വന്നാൽ ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ മറ്റേ പാറ്റേണിൽ ഒരു ചേഞ്ച് ഉണ്ട്, പെയർ വൈസ് ക്വസ്റ്റൻ ആയി. അപ്പോൾ കുറേ കാര്യം പറയണം, നമുക്ക് ലോജിക് ഒന്നും വർക്കൗട്ട് ആവില്ല. നിങ്ങളാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രിലിംസും ക്ലിയർ ചെയ്ത ആൾക്കാരാണ്. അത് പാറ്റേണിൽ മാറിയിട്ട് പെയർ വൈസ് ആയതും ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതിന് മുന്നത്തെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പെയർ വൈസ് ആകുമ്പോഴും നമുക്ക് ഈ ലോജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ അതിൻ്റെ ഒരു കാര്യം കഴിഞ്ഞോ എന്നുള്ള അതിലെന്താണ് നിങ്ങൾ ടേക്ക് സ്റ്റാൻഡ് എന്താണ്? ഇപ്പോഴും സ്റ്റിൽ പെയർ വൈസ് ആണെങ്കിൽ നമുക്ക് ലോജിക്കൽ രീതിയിൽ ക്രാക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണോ? പെയർ വൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ടഫ് ആവും. ബിക്കോസ് യു നീഡ് ടു ബി ഷുവർ അബൌട്ട് എവറി ഓപ്ഷൻസ് ദാറ്റ് ഇസ് ദെയർ. അപ്പം അത് വരുമ്പോൾ കുറച്ച് ടഫ് ആകും, പക്ഷെ എന്നാലും അതിനകത്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൺലി സർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് പെയർ ഓൺലി. ബാക്കിയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്, A and B, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത്. അതിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കിട്ടി, ആക്ച്വലി ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ, അത് സെയിം ലോജിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചിലതൊക്കെ ഇപ്പം ഏതൊക്കെ റിവേഴ്സിൻ്റെ ഏത് റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണ്, അത് ഫാക്ച്വലാണ്, അത് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത് ബേസിക് ആണ് താനും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒക്കെ പെയർ വരുമ്പോൾ, അല്ലെങ്കിൽ നാഷണൽ പാർക്ക് വരികയാണ്, അതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ഏരിയ, ഭയങ്കര സ്റ്റാറ്റിക് ആണ്. അതിൽ പെയർ വരുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, അത് സമ്മതിക്കാം. പക്ഷെ ബാക്കിയൊക്കെ ചില ഏരിയാസ് ഉണ്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് സ്റ്റിൽ മാനേജബിൾ. പാനിക് ആവാണ്ടിരുന്ന് കഴിഞ്ഞാൽ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ ഇപ്പം നമ്മൾ പെയർ ആണെങ്കിൽ തന്നെ ഈ ഇൻ്റർചേഞ്ചിങ് ഓപ്ഷൻ അവർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒന്ന് നമുക്ക് അറിയെങ്കിൽ അതിപ്പോൾ തെറ്റോ ശരിയാണെങ്കിൽ മറ്റൊന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിക്ക് നമുക്ക് ലോജിക്ക് ഈ പെയർ ക്വസ്റ്റ്യൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ആ ഒരു ലോജിക്കൽ സെൻസിൽ ക്രാക്ക് ചെയ്യാൻ പോസിബിൾ എന്നാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ മെയിൻസിൻ്റെ ഇതാണ് നോക്കിയത്. എനിക്ക് തോന്നുന്നു മെയിൻസിൻ്റെ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എനിക്കിവിടെ ഒരു പരിചയമുള്ളത്, നിങ്ങളൊരു നിഹാൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫസ്റ്റ് മെയിൻ സ്കില്ലറിൽ 3 ആൾക്കാരാണ് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നിഹാൽ കഴിഞ്ഞ വർഷം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് മെയിൻസിൻ്റെ ആൻസേഴ്സിൽ നിന്ന് ഇത്തവണത്തെ മെയിൻസിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം അങ്കിത പറഞ്ഞ പോലെ, അങ്കിത ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായതുകൊണ്ട് തന്നെ അങ്കിതയുടെ കയ്യിലുള്ള കണ്ടന്റിനെ അങ്കിത കറക്റ്റ് അറേഞ്ച് ചെയ്യായിരുന്നു. ആ പ്രയോറിറ്റി ഓർഡർ അങ്കിതയ്ക്ക് ഭയങ്കര ഫൈനായിരുന്നു. പക്ഷേ നോളജ് ലെവൽ, ഇത് കണ്ടന്റ് ലെവൽ കുറച്ച് കുറവായിരുന്നു. ഓക്കെ, ഒബ്വിയസ്ലി അത് കൂട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അമൃതയ്ക്കാണെങ്കിൽ അമൃതയിൽ ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഭയങ്കര കണ്ടന്റ് റിച്ച് ആണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരുന്നില്ല, ഭയങ്കര സ്കാറ്റേഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിവിയർ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് ഇന്ന് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയത്? മെയിൻസിൽ ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഫസ്റ്റ് നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അപ്പം സാറ് പറയും എൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യണം, പിന്നെ മൾട്ടി ഡയമെൻഷനിലാക്കണം. ഞാൻ ഒരേ ഏരിയയിൽ നിന്നാണ് പോയിന്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഫ്രെയിം വർക്ക് വെച്ച് ടെംപ്ലേറ്റ് വെച്ച് ആലോചിക്കണം, സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ അങ്ങനെ ആലോചിച്ച്. അപ്പം ഞാൻ അങ്ങനെ മൾട്ടി ഡയമെൻഷനിലാക്കി. അപ്പം ഒരു ഡൈവേഴ്സിറ്റി ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ എൻ്റെ പ്രസൻറ്റേഷനിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. ഞാൻ വൃത്തിയായിട്ട് പേപ്പർ നീറ്റാക്കി എഴുതാൻ ശ്രമിച്ചു, എൻ്റെ പേന ചേഞ്ച് ചെയ്തു, അങ്ങനെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി. അതിന് ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കുറേ ഫാക്ടേഴ്സ് ഒന്നിച്ച് വന്നപ്പം ആൻസർ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ പ്രിലിംസ് ക്ലിയർ ആവുന്നതിന് മുമ്പ് വരെ ഒരു മെൻറ്റർഷിപ്പ് പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഗൈഡൻസ് കിട്ടുന്നത് തന്നെ വലിയൊരു ഫാക്ടറാണ്, നമുക്കിത് തെറ്റാണ് ശരിയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റേത് വരുമ്പോൾ കണ്ടൻറ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇവിടുന്ന് കിട്ടിയ മെൻറ്റേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഈവൻ സ്റ്റിൽ നൗ ദേ ആർ ഇൻ കോണ്ടാക്ട്.
അവർ റിസൾട്ട് വരുന്ന മുമ്പും ഇങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പറയുമായിരുന്നു. പിന്നെ നാണം കെട്ടാണ് സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്തത്. സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പേപ്പർ കൊണ്ടുതരാൻ ഭയങ്കര ചമ്മലായിരുന്നു. ബിക്കോസ് അതിനകത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പക്ഷെ സ്റ്റിൽ അമൃത കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പേപ്പർ കൊണ്ടിട്ട് സൈഡിൽ കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പം പേപ്പർ വെച്ച് നോക്കുമ്പോഴത്തേന് അമൃതയ്ക്ക് ഭയങ്കര കണ്ടന്റ് ആണ്. അപ്പം എനിക്ക് കാണുമ്പോൾ വിഷമം വരും, പക്ഷെ എന്നാലും നെക്സ്റ്റ് ടൈം പഠിക്കാം എന്നുള്ള രീതിയിൽ സാർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് ബിഗിനിങ് ആണ്, നമുക്ക് ശരിയാക്കാം, ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ഇത്. പിന്നെ ബാക്കി കാര്യങ്ങൾ വന്നത് സാറ് സ്ട്രക്ചർ ചെയ്യുന്നതിനകത്ത് തന്നെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വേസ് പറഞ്ഞുതരും. ഒന്ന് നമ്മൾ പ്രോസസ്സ് എടുക്കുക, പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജ് വെച്ച് ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ഓരോ ഡൊമെയിൻസ് എടുത്തിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് വേ അത് നമ്മൾ മെക്കാനിക്കലായിട്ട് നമുക്ക് പിന്നെ വരാൻ തുടങ്ങും ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ആ ആൻസേഴ്സ് എഴുതുമ്പോൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണ് മെയിൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതും. പിന്നെ കൺക്ലൂഷൻസ് എഴുതുമ്പോൾ ഞാൻ പിന്നെ റെഡിമെയ്ഡ് കൺക്ലൂഷൻ, ഇപ്രാവശ്യത്തെ മെയിൻസിൽ ഞാൻ റെഡിമെയ്ഡ് കൺക്ലൂഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചോദിച്ചാൽ ഇത് എഴുതണം എന്നുള്ളതൊക്കെ. അപ്പം അതും കുറച്ചും കൂടി ഈസിയർ ആക്കി, ആ പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയർ ആക്കി എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴും ആസ് എ ട്രെയിനർ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ മറ്റൊരാളുടെ പറയാന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആയിരിക്കും രണ്ടുപേർക്കും തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോഴും അമൃത ആൻസർ പോയിന്റിൽ കുറേ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അംഗീകൃതത്ത് കുറച്ചും കൂടി പോയിന്റ് റൈസ് ചെയ്യണം, അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുക എന്നുള്ള സാധനം. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ മാച്ച് ആൻഡ് മൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് വന്ന് രണ്ടുപേരും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ കീവേഡ് ബ്രിങ് ചെയ്യുന്നൊക്കെ ആ ഒരു മ്യൂച്വൽ റാപ്പ് പോലെയാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു അമൃതയുടെ ആൻസേഴ്സ് ആ ക്ലട്ടറിങ് ഒഴിവായതും അംഗീതയുടെ ഇൻഫ്ലുവൻസ് അതിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഭയങ്കര ക്ലട്ടഡ് എഴുതുന്നതെല്ലാം മാറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണ് അത് ഭയങ്കര വ്യത്യാസം വന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത കാര്യം ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ 2 വർഷം നിങ്ങൾ ഈ ലീഡിൻ്റെ എക്കോസിറ്റിൽ ഉണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് വരുന്നത്. നിങ്ങൾ മറ്റ് ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുക്കുന്ന അസോസിയേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതിന് മുന്നത്തെ ഇതിൽ വരുന്ന സമയത്ത് ലീഡിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു പെട്ടെന്ന് നമ്മൾ മെയിൻ സ്ക്രീനിൻ്റെ സമയത്ത് വന്ന സമയത്ത്, ഒരു പുതിയൊരു എക്കോസിറ്റിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു ഒരു ചേഞ്ചിങ് ഇതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ അത്രയും കാലം എടുത്തൊരു ട്രെയിനിങ്ങും ഇങ്ങോട്ട് മാറിയ സമയത്ത് എന്തായിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നു? സർ, മേജറായിട്ട് 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഇവിടുത്തെ മറ്റേ കൺസിസ്റ്റൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മറ്റേ ഡെയിലി ആൻസർ റൈറ്റിങ്, ആൻഡ് സെക്കൻഡ് ഇസ് മെൻറ്റർഷിപ്പ്. സാറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ അറ്റൻഷനും എൻ്റെ മെൻറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ ഒരു അറ്റൻഷനും, വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഷൻ വേണം തോന്നി കഴിഞ്ഞാൽ സാർ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. സാർ ബിസി ആയിരിക്കും, സാർ സ്റ്റിൽ പറയും ഇന്ന സമയമാകുമ്പോൾ വരുമോ, അല്ലെങ്കിൽ നമുക്ക് നാളത്തേക്കാക്കാം. സാർ ഒരിക്കലും നോ പറഞ്ഞു വിട്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതായിരുന്നു ഏറ്റവും വലിയൊരു സപ്പോർട്ട്. ആൻഡ് എനിക്ക് കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റും പേപ്പർ പിന്നെയും കൊണ്ട് കാണിക്കാൻ വേണ്ടി കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റും അത് തന്നെയായിരുന്നു. പിന്നെ അടുത്ത് പോലെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഫ്രീക്വൻ്റ് യൂസ് ചെയ്യുന്ന വേർഡാണ് ഡെയിലി ആൻസർ റൈറ്റിംഗ്. ഓക്കെ, എല്ലാവരും പറയും എന്നും ഉത്തരം എഴുതണം, എന്നും എഴുതണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് ശരിക്കും അതങ്ങനെ എന്നും റാൻഡംലി ഇങ്ങനെ എഴുതിയാൽ മതിയോ, അതോ അതിൽ ചില പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് എഴുതണോ, അതോ എഴുതുന്നതിന് നമ്മളത് ഫീഡ്ബാക്ക് എടുക്കണോ? എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക? എന്തായാലും ഇത് സംശയമൊന്നുമില്ല എഴുതി കഴിഞ്ഞാൽ മെച്ചപ്പെടുന്നത്, പക്ഷെ അതിനെങ്ങനെ നമുക്ക് ഏറ്റവും മാക്സിമം ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഡെയിലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മളെ പ്രയോറിറ്റി തീംസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കമ്മിറ്റി അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അടുത്ത നെക്സ്റ്റ് എനി ക്വസ്റ്റ്യൻ വരുമ്പോഴും ആ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് ഈ ഒരു ഓരോ ഡെയിലി ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞ് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ സാർ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ലീഡിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ലീഡിൽ വരുമ്പോൾ എനിക്ക് തോന്നിയ മാറ്റം എന്ന് വെച്ചാൽ അപ്രോച്ചബിലിറ്റി ആണ്. എല്ലാ ഫാക്കൽറ്റീസും അപ്രോച്ചബിൾ ആണ്. പിന്നെ എല്ലാവർക്കും ഈക്വൽ അറ്റൻഷൻ ആണ്. അത് രണ്ടുമാണ് എനിക്ക് ഒരു മേജർ ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ചില കാര്യങ്ങൾ നമുക്ക് ചില സ്റ്റുഡൻസിനെ നമുക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ അംഗീതത്തിന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അംഗീത ഇപ്പോൾ ഈവൻ കുറച്ച് മുന്നേ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും മിനിമലായിട്ട് കയ്യിലുള്ള സാധനത്തിൽ അംഗീത ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഒരു സംശയമില്ല. ഓക്കെ, പല ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ പഠിച്ചു, ഞാൻ ഇനി പാസ്സാവില്ലേ, ഇത്ര മതിയോ എന്നുള്ള സാധനം അംഗീത നേരെ തിരിച്ചാണ്. അതായത് ഒരു മിനിമൽ സാധനത്തിൽ അംഗീത ഭയങ്കര ഓക്കെയാണ്. അതായത് അംഗീതയുടെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലാവും, സാർ ഇത് ഓക്കെയാണ്, സെറ്റാണ്, ഇത് ഇവിടെ ഓക്കെയാണ്, ഞാൻ അത് യൂസ് ചെയ്യുന്നത്, അത് അംഗീത കോൺഫിഡൻസ് ചെയ്യും. എങ്ങനെയാണ് കോൺഫിഡൻസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്? പ്രിലിംസ് ഒക്കെ ആയിരുന്നു, ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് മെയിൻസ് ക്ലിയർ ആയപ്പോൾ ഒരു കോൺഫിഡൻസ് കൂടി. അത് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു ഫീലിംഗ് വരുമ്പോൾ അതൊരു കോൺഫിഡൻസ് ആണ്. അത് പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. ഇപ്പോൾ സാറിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അപ്പം പറയാൻ പറ്റും, ബിക്കോസ് ആ ഒരു സ്പേസ് ഇച്ചിരി കംഫർട്ടബിൾ ആണ് എനിക്ക്. അപ്പം അങ്ങനെ വരുന്നൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ പൊതുവേ ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആവാറുണ്ട്. പേടി ഉണ്ടെങ്കിലും ഞാൻ സപ്രസ് ചെയ്യും, ബിക്കോസ് പേടി ഉണ്ടെങ്കിലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ആണെങ്കിലും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഞാൻ
അതുപോലെ അമൃത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത ആൻസേഴ്സ് ആദ്യം നോക്കിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കുറേ പോയിന്റ് ഉണ്ടാവും, അതിങ്ങനെ ക്ലട്ടറായിട്ടായിരിക്കും ഉണ്ടാവുക. അതിന് ആദ്യം വരേണ്ട പോയിന്റ് അവസാനിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വിഷമമാവും, ഇത്രയും അറിയുന്നൊരു കുട്ടി ഇതെന്താണ് ഈ മാറ്റം വരുത്താത്തത്. എനിക്ക് തോന്നുന്നു ആ മെയിൻ സ്കില്ലിൽ ലാസ്റ്റ് ആണ് ഞാൻ ഭയങ്കര പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം അടുത്ത മെയിൻ സ്കിൽ സമയത്ത് സ്റ്റാർട്ടിങ് ആൻസർ കണ്ട സമയത്ത് തന്നെ അത് ശരിക്കും എൻറ്റയർ ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് പൊതുവേ മെയിൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൺസിസ്റ്റൻ്റ്ലി 2-3 വർഷം എഴുതി ക്ലിയർ ചെയ്യാത്ത ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിൽ നിന്നും മാറി വരില്ല. പ്രത്യേകിച്ച് ഈ പ്രസന്റേഷനൊക്കെ അവർ ആദ്യം എങ്ങനെയാണ് എഴുതിയ രീതി നിൽക്കുള്ളൂ, അത് തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അമൃത് ഭയങ്കര ഡ്രാസ്റ്റിക്കലി ആ സാധനം ചേഞ്ച് ചെയ്യും. അതായത് ഓൾ ടുഗദർ അത് മറ്റൊരാളുടെ ആൻസർ പോലെയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും, ഓൺ സ്ക്രീൻ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അമൃതനെ വിളിച്ചു വെച്ചു, ഇത് മാറിയില്ല, നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മെയിൻസ് ഫെയിൽ ആയതിനു ശേഷം അടുത്ത മെയിൻസ് വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് അമൃത ഈ ഒരു ചേഞ്ച്, ഈ പ്രസന്റേഷനിൽ ഇത്രയും കണ്ടന്റ് അറേഞ്ച് ചെയ്യാൻ സെറ്റ് ചെയ്യാനും എന്തൊക്കെ എഫേർട്ടാണ് അമൃത എടുത്തിരിക്കുന്നത്? ഞാൻ കുറേ ടോപ്പേഴ്സ് കോപ്പി റെഫർ ചെയ്തു. അപ്പം എനിക്ക് മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഞാൻ തന്നെ അനലൈസ് ചെയ്തു. പിന്നെ എനിക്കറിയാം പ്രസൻറ്റേഷൻ ഇഷ്യൂ ആണ്, അലൈൻമെൻറ്റ് ഇഷ്യൂ ആണെന്നറിയാം. അപ്പം ഞാൻ സാറിനെ കാണിച്ചു. അപ്പോൾ സാർ എനിക്ക് ലൈൻ വരച്ചു തരുമായിരുന്നു. അപ്പം ഞാനൊരു ഇമാജിനറി ലൈൻ വെച്ച് ആ ഒരു ഓർഡറിൽ എഴുതാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതൊരു മസിൽ മെമ്മറി ആയി. ഇപ്പം ഞാൻ വിത്തിൻ 1 മന്ത് ഞാൻ ഒരു എൻ്റെ നല്ല കട്ടിയുള്ള ഒരു എൻ്റെ ബുക്ക് മുഴുവൻ എഴുതി തീർത്തു. അപ്പോൾ എനിക്ക് ആ ഒരു 4th അറ്റംപ്റ്റ് ക്ലിയർ ആവാത്ത വിഷമം മുഴുവൻ ഞാൻ എഴുതി തീർത്തു. അങ്ങനെ ഗ്രാജുവലി ആൻസർ ഇമ്പ്രൂവ് ആയി പെട്ടെന്ന്. സോ രണ്ടുപേരും കാര്യത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഭയങ്കര മാക്സിമൈസ് ചെയ്യും, അതേസമയം വീക്ക്നെസ്സിനെ മിനിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധനം ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി ഫൈനലി ഏറ്റവും ലാസ്റ്റ് ഫേസ് ആണ് ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അങ്കിത അതിന് മുന്നത്തെ വർഷത്തിലേക്ക് ഒരു ഇൻ്റർവ്യൂയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അമൃതയ്ക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ആദ്യത്തെ ഇൻ്റർവ്യൂവും രണ്ടാമത്തെ ഇൻ്റർവ്യൂവും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അങ്കിത കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്? ഇൻ്റർവ്യൂ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. സോ നമ്മൾ ആ സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ പോകുമ്പോൾ എനിക്ക് നല്ല ആങ്സൈറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ല, പക്ഷെ ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ ജുഡീഷ്യസ്ലി ഫോളോ ചെയ്തത് ഇവിടുത്തെ GD ഉണ്ണി സാറിൻ്റെ ഗൈഡൻസിൽ നമ്മൾ GD ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ മോക്സ് ഇപ്രാവശ്യം കുറവാണ് എടുത്തത്. ഞാൻ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ അതേപോലെ തന്നെ ഫോളോ ചെയ്തു. പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ക്രിറ്റിസിസം പറയുമ്പോഴും അത് കൺസ്ട്രക്റ്റീവ്ലിയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ആകുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവുമാണ്. അപ്പം അവർ ഗ്രാജുവലി കാണുന്നുണ്ട് നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സും നമ്മുടെ പോസിറ്റീവ്സ് എന്താണെന്നുള്ളത്. അപ്പം നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡോപ്റ്റ് ചെയ്യാൻ നോക്കും, ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യും. പിന്നെ ഞാൻ കോൺഷ്യസ്ലി കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ഐ സ്പീക്ക്. ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഇറ്റ് കൈൻഡ് ഓഫ് മേക്സ് അതേഴ്സ് ഫീൽ ലൈക്ക് ഐ എം ലിറ്റിൽ ബിറ്റ് അൺഷുവർ അബൌട്ട് മൈസെൽഫ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്തോ തീർത്തിട്ട് പോവാണ് എന്നുള്ളൊരു ഫീലിംഗ് വരും. സോ ഞാൻ കുറച്ചുകൂടി സ്ലോ ആയിട്ട് പറയാൻ നോക്കി. അപ്പം ആ കോൺഫിഡൻസും നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്, നമ്മൾ അതേപോലെ ആലോചിച്ചിട്ടാണ് ഒരു ആൻസർ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് വരും. അപ്പം ഞാൻ ആ ഒരു ഗ്രാജുവലി ആ ഒരു ചേഞ്ചാണ് എൻ്റെ ഇതിൽ കൊണ്ടുവന്നത്. ഞാൻ ഒത്തിരി ഡ്രാസ്റ്റിക്കലി ഒന്നും ചേഞ്ച് ചെയ്യാൻ വന്നില്ല. പിന്നെ ലക്കിലി ഐ ഗോട്ട് എ റിയലി നൈസ് ബോർഡ്. അവർ ആദ്യമേ പറഞ്ഞു ടെൻഷൻ എടുക്കരുത്, ദിസ് ഇസ് ജസ്റ്റ് എ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി. അപ്പം അതെനിക്ക് ഭയങ്കര നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. സോ അങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ. എനിക്ക് ഇനീഷ്യലി എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ മലയാളം മീഡിയം ആണ്, അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു. ഇവിടെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പ് ഉണ്ണി സാറിൻ്റെ അണ്ടറിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട നമ്മുടെ പിയർ ഗ്രൂപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ എന്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും നമ്മുടെ ആളുകളുടെ മുഖത്തത് കാണായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് പല ക്വസ്റ്റ്യൻ, എനിക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ഞാൻ അവരെ കൊണ്ട് ഫ്രെയിം ചെയ്യിപ്പിക്കും. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറേ മോക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഈവൻ ഡൽഹിയിൽ പോയിട്ട് മോക്ക് എടുത്തു. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സെയിം ബോർഡായിരുന്നു, കോഡിയൽ ബോർഡായിരുന്നു. അപ്പോൾ അവിടെ അത്രയ്ക്കും പ്രഷറൈസ് സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നാച്ചുറലി ആൻസേഴ്സ് ഒക്കെ വന്നു. അടുത്ത ഒരു കാര്യം നമുക്ക് മിസ്സായിപ്പോയി, ഓപ്ഷണൽസ്. ഓപ്ഷൻസ് ആരും മിസ്സായിപ്പോയി. സോ അങ്കിത ജോഗ്രഫി ഓപ്ഷനിലും അമൃത മലയാളം ഓപ്ഷനിലാണ് എടുത്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ജോഗ്രഫി ഓപ്ഷനിൽ കുറച്ച് കാലം ഭയങ്കര ഒരു ഡിഫിക്കൽട്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിനാകുമ്പോൾ തന്നെ സ്കോർ കുറച്ച് പണ്ടത്തെ അത്ര നമുക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അത് സ്കോർ വന്നിട്ടുണ്ട്. സോ ഈ ഓപ്ഷണൽ പ്രിപ്പറേഷനിൽ അങ്കിത എങ്ങനെയായിരുന്നു അങ്കിത ഓപ്ഷണൽസ് ജോഗ്രഫി എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തത്?
എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തിട്ടുണ്ടായത്, എങ്ങനെ ഓവർകം ചെയ്തിട്ടുണ്ടായത്? ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ജോഗ്രഫി ആണ് ഓപ്ഷൻ എടുക്കുന്നതെന്ന് അറിയാം. എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല, സോഷ്യോളജി ഓർ ആന്ത്രോ. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആ സമയത്ത് ജോഗ്രഫി ആയിരുന്നു. ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ക്ലാസ്സസ് ആയിട്ട് ഞാൻ എങ്ങും അറ്റൻഡ് ചെയ്തിട്ടില്ല. ടെലഗ്രാമിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ റിസോഴ്സസ്, യൂട്യൂബ്, പിന്നെ പിന്നെ ഓൺലൈൻ എല്ലാം PDF ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ നെസസറിലി അങ്ങനെയാണ് ഫോളോ ചെയ്തത്. പക്ഷേ ഇത് ഇഷ്യൂ വിത്ത് ജോഗ്രഫി ഇറ്റ്സ് വെരി ബൾക്കി. അത് ഭയങ്കര ബൾക്കി ആയതുകൊണ്ട് നമുക്ക് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കണ്ടന്റ് വൈസ് ആണെങ്കിലും. അതേപോലെ നമുക്ക് കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ കുറേ റിസർച്ചൊക്കെ വേണം. അപ്പം ഫസ്റ്റ് മെയിൻസിൻ്റെ സമയത്ത് എനിക്ക് പേപ്പർ 1 ആക്ച്വലി മാർക്ക് ഭയങ്കര കുറവായിരുന്നു, 104 ഉണ്ടായിരുന്നുള്ളൂ. സോ ഭയങ്കര ക്ഷീണമായിപ്പോയി, ബിക്കോസ് 6 മാർക്സിനാണ് ഞാൻ ഫൈനൽ ലിസ്റ്റിൽ നിന്ന് പോകുന്നത്. അപ്പം എനിക്ക് തോന്നി ഇൻ കേസ് ഞാൻ ഒരു ജോഗ്രഫി പേപ്പർ 1 ഇമ്പ്രൂവ് ചെയ്തായിരുന്നെങ്കിൽ. സോ ഞാൻ ഈ ഇയർ കൂടുതലും ജോഗ്രഫിക്കാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ ഞാൻ എടുത്തത് ഒരു കോഴ്സ് ഇപ്രാവശ്യം എടുത്തത് 500+ ഹിമാൻഷു സാറിൻ്റെയാണ് എടുത്തത്. അത് കണ്ടന്റ് എൻറിച്ച്മെൻറ്റിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഒരു ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്തു. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ജോഗ്രഫി ഓപ്ഷണൽസ് ഇപ്രാവശ്യം കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ എന്നും ഡെയിലി ആൻസർ റൈറ്റിംഗ് ചെയ്യായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ബിക്കോസ് വി യൂസ് ടു അനലൈസ് ടോപ്പേഴ്സ് ആൻസർ കോപ്പീസ്, അവരുടെ സ്ട്രാറ്റജി, അവർ യൂസ് ചെയ്ത ഡയഗ്രാംസ്, കേസ് സ്റ്റഡീസ്. അപ്പോൾ അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ മെയിൻസ് കയറിയത്. അതിൻ്റെ റിസൾട്ട്സ് ഉണ്ടായിരുന്നു. അമൃത മലയാളം ഓപ്ഷനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്? മലയാളം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കോഴിക്കോടാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു സാറിൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഇവിടെ പലയിടത്തും ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് പഠിക്കുക, അതിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക, പിന്നെ ആൻസർ റൈറ്റിംഗ് ചെയ്യുക, ഇതായിരുന്നു സ്ട്രാറ്റജി. പിന്നെ മലയാളം വരുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ടോപ്പേഴ്സ് കോപ്പി അധികം അവൈലബിൾ അല്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ മലയാളം അത്ര സ്കോറിംഗ് അല്ല എന്നുള്ളത് ചെറിയൊരു ഇഷ്യൂ ആണ്. എന്നാലും നല്ല സ്കോർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തവണ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു മലയാളം. പണ്ട് കുറേ ഒരു 300+ ഒക്കെ പോയത് കുറച്ചുണ്ട്. ഇനി അടുത്ത് കുറച്ച് നോർമലായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ പലരും പറയുന്നത് NCERT വായിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ NCERT സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് വായിച്ചാൽ മതി. അപ്പോൾ അത്തരം ഒരു നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? NCERTയുടെ ഒരു റീഡിങ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ NCERTs സെലക്റ്റീവായിട്ടേ വായിച്ചിട്ടുള്ളൂ. ഞാൻ +1 +2ൻ്റെ NCERTs അല്ലാണ്ട് ഞാൻ താഴോട്ടുള്ള ക്ലാസ്സസിൻ്റെ വായിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പോൾ അതിൽ നിന്നും പ്രിലിംസ് കിട്ടും, ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ കിട്ടും. ഞാൻ പൊളിറ്റി, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി അത് +1 +2 വായിച്ചിട്ടുണ്ട്. അത് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ NCERT ഇപ്പം ജിസ്റ്റൊക്കെ കുറേ NCERTൻ്റെ വരുന്നുണ്ട്. അപ്പം ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ജിസ്റ്റിലോട്ട് പോയാലും എനിക്ക് തോന്നുന്നു കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടൈമിൽ NCERT സെലക്റ്റീവായിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി ആ കേസിൽ എനിക്ക് തോന്നുന്നു NCERT ഹെൽപ്ഫുൾ ആണ്. അപ്പം ഞാൻ RS ശർമ്മ അവരുടെയൊക്കെ എനിക്കിപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ആരെങ്കിലും അത് റീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാനത് കേട്ടിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എഴുതി വെക്കും. അങ്ങനെ കുറച്ച് സ്മാർട്ട് വർക്ക് ഇട്ടിട്ടാണ് ഞാൻ NCERT ഫിനിഷ് ചെയ്തത്. ഇനി അടുത്ത് നോട്ട് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒരു പ്രിലിംസ് മെയിൻസ് രണ്ടിലുണ്ട്. നമുക്ക് കൂടുതൽ നമ്മൾ നോട്ട് മേക്കിംഗ് സംസാരിക്കാറുള്ളത് മെയിൻസിലാണ് നോട്ട് പറയാറുള്ളത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ എക്സാം ഫ്രണ്ട്ലി ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു? എങ്ങനെയായിരുന്നു നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? എനിക്ക് പ്രിലിംസിന് നോട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ചില സമയം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ന് തോന്നിയാൽ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇടും, അതിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടും. അത് മാത്രമേ ഞാൻ പ്രിലിംസിന് ചെയ്തിട്ടുള്ളൂ. പിന്നെ മെയിൻസിനും എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ മറന്നു പോകുന്നു തോന്നുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ അവിടെ ഇവിടെയും ജസ്റ്റ് കുറിച്ചിടും. അല്ലാണ്ട് എനിക്കൊരു സിസ്റ്റമാറ്റിക് നോട്ട് ഉണ്ടായിരുന്നില്ല. ഞാനും പ്രിലിംസ് ചിലപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ്ലി ചില ഏരിയ ഞാൻ തെറ്റിക്കും. ഞാൻ അത് മാത്രം നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ഞാൻ ടൈം ലൈൻ ഉണ്ടാക്കും. മോഡേൺ, മിഡീവൽ, ഏൻഷ്യൻ്റ് എല്ലാം ടൈം ലൈൻ ഉണ്ടാക്കി വെക്കും. ബിക്കോസ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ടൈം ലൈൻ അറിയാമെങ്കിൽ, ആ ഇൻസിഡൻസ് അപ്പം നടന്നിട്ടുണ്ടോ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് പ്രിലിംസിൽ വരിക. അതിൽ കൂടുതൽ ഞാൻ നോട്ട്സ് അങ്ങനെ പ്രിലിംസിനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മെയിൻസിന് വരുമ്പോൾ സ്റ്റാറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിന് വേണ്ട കുറച്ച് സ്റ്റാറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എത്തിക്സിനാണ് ഞാൻ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്തിക്സ് ഓരോ വാല്യൂ അനുസരിച്ച് എക്സാമ്പിൾസ്, കോട്ട്സ്, ടോപ്പേഴ്സിൻ്റെ ആൻസർ കോപ്പീസ് അല്ലെങ്കിൽ ടോപ്പേഴ്സിൻ്റെ നോട്ട്സിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറേ കൺസോളിഡേറ്റഡ് നോട്ട്സ് എനിക്ക് എത്തിക്സ് ഉണ്ട്. ഞാൻ എത്തിക്സിന് അതല്ലാണ്ട് വേറൊന്നും റെഫർ ചെയ്യാറില്ല.
ബിക്കോസ് ഒരു ഇൻ ദ സ്പാൻ ഓഫ് 2 years ഞാൻ കളക്ട് ചെയ്ത കുറേ എക്സാമ്പിൾസ് തന്നെ അത്യാവശ്യം ബൾക്കുണ്ട്. and അത് വെച്ച് തന്നെ അത്യാവശ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്തിക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെയും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ പിന്നെ ജോഗ്രഫിക്ക് ഡയഗ്രാംസ് ഉണ്ടാക്കി വെക്കും. ആൻഡ് ചില പോർഷൻസിൻ്റെ ഞാൻ നോട്ട്സ് കൺസോളിഡേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ളതും ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ നമ്മൾ നോട്ടുകൾ ഡിപ്പെൻഡ് ചെയ്ത് പോയിട്ടുള്ളൂ. ഓക്കെ, ഇനി ചോദിക്കാനുള്ള ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിഹാല ആക്ച്വലി ഒരു മാരീഡ് പേഴ്സൺ കൂടിയായിരുന്നു. അപ്പോൾ നിഹാല ആ സമയത്ത് നിഹാല ഇത് ക്ലിയർ ചെയ്തു. അപ്പോൾ നിഹാല നിങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ കണ്ടായിരിക്കും ഇനി അടുത്ത ആൾക്കാർ ഒരുപാട് നമ്മൾ അങ്ങനെയാണല്ലോ ഒരു ടോപ്പറെ കണ്ട് അടുത്ത ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഇത് ട്രാൻസ്ഫർ ആവുന്നത്? നമ്മൾ കുറച്ചൊക്കെ കണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതേപോലെ അഡോപ്റ്റ് ചെയ്യണം. അതിപ്പോൾ നിഹാലിൻ്റെ നിങ്ങൾ എടുത്ത കാര്യങ്ങൾ പറയണ്ടായിരിക്കും, പക്ഷേ നമ്മൾ നിഹാലിന് എടുക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള അഡോപ്ഷൻ ആണോ അതോ വേണ്ടത് മാത്രം നോക്കി എടുക്കുക എന്നുള്ളതാണോ? ഇനി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വരുന്ന ആൾക്കാർ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്? അപ്പോൾ അത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ടോപ്പേഴ്സിനെ റെഫർ ചെയ്യേണ്ടത്? സർ, എല്ലാവർക്കും ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. നമ്മളത് മറന്നിട്ട് നമ്മളെ ടോപ്പേഴ്സിനെ കൂട്ടാവാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ഞാനിപ്പോൾ വന്നിട്ട് ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് അങ്ങനെ ഒന്നും കാണാറേ ഇല്ല. ബിക്കോസ് ഐ നോ ഇറ്റ് ഡസൻറ്റ് വർക്ക് ഫോർ മീ. അപ്പോൾ ഞാൻ എന്നെ തന്നെ മാറ്റിയിട്ട് ചെയ്യേണ്ടായി, എന്നെ റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം ഈവൻ നിഹാലിൻ്റെ കേസിലാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ക്ലിയർ ആവുന്നത് ഇറ്റ്സ് ആക്ച്വലി റിയലി പ്രൗഡ്. ആൻഡ് അവൾ ക്ലിയർ ആയ സമയത്ത് അവൾ പറഞ്ഞിരുന്നു, നീ 6 മാർക്സിനാണ് പോയത്, നെക്സ്റ്റ് ടൈം നീ ലിസ്റ്റിലുണ്ടാവും. ആൻഡ് അവൾ ത്രൂ ഔട്ട് മെയിൻസ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും. ഈവൻ സർവീസിലാണെങ്കിലും ആൾ എന്നെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. സോ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും കൂടെ, ആ ഒരു കോൺഫിഡൻസും. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അവർക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മുടെ ടോക്സ് കേൾക്കുമ്പോഴും നമ്മൾ ചൂസ് ചെയ്ത പാത്തിലോട്ടുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ് വിച്ച് വർക്ക് ഫോർ അസ്. അപ്പോൾ അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഈസ് ദ കീ എന്നാണ് എനിക്കും പറയാനുള്ളത്. സാർ, ഞങ്ങളും നിഹാലയും തമ്മിൽ ബോണ്ട് പറയുകയാണെങ്കിൽ നിഹാല എല്ലാ കാര്യങ്ങളും ഒരേ സമയം മാനേജ് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആൾ ഈ നോട്ട് മേക്കിംഗ് എന്നല്ല, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ എഴുതി വെക്കുള്ളൂ. അത് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ടോപ്പേഴ്സ് കോപ്പിയൊക്കെ റെഫർ ചെയ്യുമ്പം അതിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യാത്ത ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എത്തിക്സ് ആൻഡ് എസ്എ ഇഷ്യൂ ആയപ്പം ഞാൻ അവരുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് അനലൈസ് ചെയ്യുക. അത് ഞാൻ യൂസ് ചെയ്തു. പിന്നെ എൻ്റെ GS ആൻസറിൻ്റെ സ്ട്രെങ്ത്ത് എനിക്കറിയാം. അപ്പോൾ അത് എനിക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സെലക്റ്റീവായിട്ട് മാത്രമേ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി മാത്രമേ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് അടുത്ത വരുന്ന ആസ്പിറൻസിൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അത് പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു അടുത്ത് കോമൺ ആയിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷനുമായിട്ട്. ജനറലായിട്ട് ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളാണ് നമ്മുടെ തന്നെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആൻഡ് എൻകറേജ്മെൻറ്റ് കൊടുക്കുക. ബിക്കോസ് ആ എക്സാമിനേഷൻ ഹാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ഒരു പേപ്പറും അല്ലെങ്കിൽ നമ്മളും ഒരു പരിചയമില്ലാത്ത ഒരു ബോർഡുമാണ്. അവിടെ നമുക്ക് എക്സ്റ്റേണലി ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ടൈമിൽ നമുക്ക് ആ മെൻ്റലി അത് ഓവർകം ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% യു ആർ ത്രൂ ദ എക്സാം. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ കൂടെ കൊണ്ടുപോവുക, മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് നോക്കുക, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, പിന്നെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ മെറ്റീരിയൽ ട്രസ്റ്റ് ചെയ്യുക, ഫാക്കൽറ്റീസ് ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലെ തന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റുട്ടീൻ ഫോളോ ചെയ്യുന്നത് മാത്രമല്ല, അത് നമുക്ക് കോൺഫിഡൻസ് തരും, സ്ട്രെസ്സ് കുറയ്ക്കും. പിന്നെ കോൺഫിഡൻ്റ് ആയിരിക്കുക, അത് പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫാക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. Lead IAS, crafted by the toppers.